കോഴിക്കോട് ജില്ലയിൽ വീണ്ടും രൂക്ഷമായ തെരുവുനായ ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദിവസേന നിരവധി പേർക്കാണ് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ തെരുവ് നായ്ക്കളുടെ കടിയേൽക്കുന്നത്. വിവരങ്ങളുമായി ആനന്ദ് പുതൂരുണ്ട്. ആനന്ദ്, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ തെരുവുനായ ശല്യം രൂക്ഷമാകുന്ന സാഹചര്യം, പക്ഷേ ചൂട് കൂടുന്നതും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് കാരണമാകുന്നുണ്ടാകാം. അവിടുത്തെ സാഹചര്യം എന്താണ് തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ട? ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കോഴിക്കോട് ജില്ലയിൽ ഇത്തരത്തിൽ തെരുവുനായ ആക്രമണം രൂക്ഷമാകുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഈ കോഴിക്കോട് ജില്ലയിലെ വടകരയിലും സമീപ പ്രദേശങ്ങളിലും മാത്രമായി ഏകദേശം 8ഓളം പേർക്കാണ് ഇത്തരത്തിൽ തെരുവുനായ്ക്കളുടെ കടിയേൽക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. റോഡിൽ കൂടി നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്കടക്കം വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന 2 കുട്ടികൾക്കും ഇത്തരത്തിൽ തെരുവുനായ്ക്കളുടെ കടിയേറ്റിരുന്നു. മാത്രമല്ല, മറ്റൊരു സംഭവം രാമനാട്ടുകരയിൽ ഒരു കുട്ടിയെ അടക്കം 2 പേരെ കടിച്ച തെരുവുനായ്ക്ക് കഴിഞ്ഞ ദിവസം പേവിഷബാധ സ്ഥിരീകരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇത് പ്രദേശവാസികളിൽ ആശങ്ക വിധിച്ചിരുന്നു. തുടർന്ന് പഞ്ചായത്ത് നേതൃത്വത്തിൽ ഇടപെട്ടുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വാക്സിനേഷൻ പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഈ തെരുവുനായ്ക്കളുടെ വംശവർദ്ധന നിയന്ത്രിക്കുന്നതായി തുടങ്ങിയ അനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതി ഇഴഞ്ഞു നീങ്ങുന്നതായി തന്നെയാണ് ഇപ്പോൾ ആരോപണം വരുന്നത്. അതായത് തെരുവുനായ്ക്കളെ വന്ധീകരിച്ചുകൊണ്ട് കൃത്യമായ ഷെൽട്ടറുകളിൽ അവരെ പരീക്ഷിക്കുക എന്ന് പറയുന്ന ഒരു പദ്ധതി കൂടിയാണ് ഈ ABC പദ്ധതി എന്നറിയപ്പെടുന്ന അനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതി. ഈ ഒരു പദ്ധതി ഇപ്പോൾ ഇഴഞ്ഞു നീങ്ങുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ തെരുവുനായ്ക്കളുടെ വംശവർദ്ധനം ഉണ്ടാകുന്നത് എന്നുള്ള ആരോപണമായി ഇപ്പോൾ രാഷ്ട്രീയ സംഘടനകൾ അടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ചൂട് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി തന്നെ അത്തരത്തിലുള്ള ആക്രമണങ്ങളുടെ ഒരു മൂർച്ച കൂടിയോ എന്നുള്ള ഒരു സംശയവും പൊതുവെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം അധികാരികൾ പരിഹരിക്കണം, അതിനുവേണ്ടിയിട്ടുള്ള നടപടികൾ കൈക്കൊള്ളണം. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇനി ഒരു മാസത്തിനകത്ത് തന്നെ സ്കൂൾ തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തരത്തിൽ ഈ കുട്ടികളെല്ലാം അടക്കം പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഈ വെക്കേഷൻ സമയത്ത് അടക്കം കുട്ടികൾ ഈ പറമ്പിലേക്കും തൊട്ടടുത്ത എല്ലാം കളിക്കാൻ പോകുന്ന ഒരു സാഹചര്യമുള്ളതാണ്. ഈ ഒരു സമയത്ത് കൂടി ഇത്തരത്തിൽ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിന് ഇതേരാവുന്നത് കൂടുതലും നിഷ്പക്ഷമായി നിൽക്കുന്നത്, നിസ്സഹായരായി നിൽക്കുന്നത് കുട്ടികളാണ്. അപ്പോൾ ആ തലത്തിൽ കൃത്യമായി പഞ്ചായത്ത് അധികൃതരും ബന്ധപ്പെട്ട അധികാരികളും എത്രയും പെട്ടെന്ന് നടപടികൾ എടുക്കണമെന്ന് ആവശ്യമായി നാട്ടുകാർ നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. ഒരു പ്രശ്നം ഉണ്ടായി അതിൽ പരിഹരിക്കുന്നതിനേക്കാൾ എത്രയും എളുപ്പത്തിൽ പ്രതിരോധ സംവിധാനങ്ങൾ ഊർജിതമാക്കണമെന്ന് തന്നെയാണ് പൊതുവെ നാട്ടുകാരുടെ അഭിപ്രായം. ശാസ്ത്രീയമായി തന്നെ അത്തരത്തിൽ നേരത്തെ പറഞ്ഞ ABC പദ്ധതികൾ അടക്കം ശാസ്ത്രീയമായി നടപ്പിലാക്കാൻ അധികാരികൾ തയ്യാറാവണം എന്നുള്ള ആവശ്യമായി നേരത്തെ രാഷ്ട്രീയ സംഘടന അടക്കം രംഗത്ത് വന്നിരുന്നു. എന്തായാലും ഈ ദിവസവും നിരവധി പേർക്കാണ് കോഴിക്കോട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ തെരുവുനായ്ക്കളുടെ കടിയേൽക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവരുന്നത്. ആനന്ദാണ് വിവരങ്ങൾ നൽകിയത്.